ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം തിരുലിഖിതം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ഉദാസീനത അരുത് എന്നതിനെക്കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം. മകനെ, നീ രോഗിയായിരിക്കുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. മകനെ, നീ രോഗിയായിരിക്കുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഈ നിമിഷങ്ങളിൽ ഓരോ കാര്യങ്ങളിൽ വ്യഗ്രചിത്തരായിരിക്കുന്ന എല്ലാവരും തങ്ങളുടെ ഹൃദയങ്ങളെ ജീവിക്കുന്ന ഏക സത്യ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. ഈ വചനപ്രഘോഷണ നിമിഷങ്ങളിൽ സ്വർഗത്തിൻ്റെ അത്ഭുതമായൊരു അഭിഷേക ശക്തി ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്താൻ തക്കവണ്ണം വ്യാപരിക്കുകയാണ്. ഇതാ വിശുദ്ധ ലിഖിതം 147-ാം സങ്കീർത്തനത്തിൽ 15-ാം തിരുലിഖിതത്തിൽ പ്രഖ്യാപിക്കുന്നു, അവിടുന്ന് തൻ്റെ കൽപ്പനകൾ അയക്കുന്നു, അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ പങ്കുചേർന്നപ്പോൾ സർവശക്തമായ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ അനേകം കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അമേരിക്കയിലുള്ള ന്യൂ ജേഴ്സിയിൽ നിന്നാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ പേര് ബ്ലസ്സി. ഞാൻ കുടുംബമായി ന്യൂ ജേഴ്സിയിൽ താമസിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് നൽകിയ ഒരു വലിയ വിടുതൽ മറ്റുള്ളവരുമായി പങ്കുവെക്കാനാണ് ഞാനത് എഴുതുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി ഒരു പുതിയ വീട് വാങ്ങാനായി കാത്തിരിക്കുകയായിരുന്നു. ബാങ്കിൽ പണമുണ്ട്, പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീട് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു വീട് കണ്ടു, ഇഷ്ടപ്പെട്ടു, വിലയും പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നതിലും $70,000 കൂടുതലാണ് അതിൻ്റെ ഓണർ ചോദിക്കുന്നത്. അത്രയും ഡോളർ കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ സാധിക്കുന്ന അവസ്ഥയായിരുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, 7 ആഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് ഭവനം ലഭിക്കാനുള്ള തടസ്സങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ തുടർച്ചയായി അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് 7 ആഴ്ച ദൈവവചനം കേട്ട് ഒരു ഭവനം ലഭിക്കാൻ തടസ്സങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, കൃത്യം 7-ാമത്തെ ആഴ്ച ഓണർ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ ആ വീട് ഞങ്ങൾക്ക് തന്നു. ഇത്ര പ്രകടമായി ഇടപെട്ട കർത്താവിനെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്തുതിച്ച് ആരാധിക്കുന്നു. യേശുവിന് 1000 സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിന്തിച്ച് നോക്കുക. ഒരു വീട് വാങ്ങാൻ 2 വർഷമായി പരിശ്രമിക്കുകയാണ്, സാധിക്കുന്നില്ല. അവസാനം ഒരു വീട് കണ്ടു, പക്ഷെ വില കൊണ്ട് ഒക്കുന്നില്ല. ഒന്നൊക്കുമ്പോൾ ഒന്നൊക്കെയല്ല, ഈ വിധത്തിൽ തടസ്സങ്ങളും പ്രതികൂലങ്ങളും. പക്ഷേ അവർ ഭഗ്നാശരായില്ല, അവർ ഉദാസീനരായില്ല. അപ്പോൾ അവരുടെ വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു, നിങ്ങൾ 7 ആഴ്ച വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ വിട്ടുമാറും. അവർ പരിശ്രമിച്ചു. 7 ആഴ്ച, 7-ാമത്തെ ആഴ്ച അവരുടെ കുടുംബത്തിൽ അത്ഭുതം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉദാസീനനാകാതെ അധ്വാനിച്ചൊരു കുടുംബത്തിൽ ദൈവം ഇടപെട്ടതിനെ കുറിച്ച് ഇവർ നമ്മളോട് രേഖപ്പെടുത്തുകയാണ്. 2 കരങ്ങൾ ഉയർത്തിയപ്പോൾ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ മഹത്വത്തിൻ്റെ രാജാവേ, ഈ സമൂഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കുടുംബങ്ങളുടെ മേലും ഇടപെടണമേ കർത്താവേ. അനേകായിരം കണക്കിന് വേദനകളോടുകൂടി, അനേക തരത്തിലുള്ള നിയോഗങ്ങളോടുകൂടി ഇതാ ദൈവമക്കളൊക്കെ സന്നിധിയിൽ അങ്ങനെ നാമം വിളിക്കുകയാണ്. പിതാവേ, യേശുവിന്റെ മഹത്വത്തിന് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ സമൂഹത്തിലേക്ക്
ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. ഈ സമൂഹത്തിൽ ദൈവവചനം കേൾക്കാൻ തടസ്സപ്പെട്ടിരിക്കുന്നവരുടെ തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിലെ 9-ാം തിരുലിഖിതം, മകനെ, രോഗിയായിരിക്കുമ്പോൾ ഉദാസീനനാകാതെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ അവർ അനുഗ്രഹം പ്രാപിക്കാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഉദാസീനതയാണ്. ഉദാസീനത ആത്മീയ മണ്ഡലത്തിൽ വലിയൊരു തിന്മയാണ്. ഉദാസീനത. അവരെന്താ ചിന്തിക്കുന്നത്? ഓ, ഇത്രയൊക്കെ നോക്കി നടന്നിട്ടില്ല, ഇനി ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, ഇനി ഇത് നടക്കാൻ പോകുന്നില്ല. അവരുടെ മനസ്സ് ഇടിയുകയാണ്. അവരുടെ പ്രത്യാശയുടെ മേഖലകളിൽ അവർക്ക് ക്ഷതമേൽക്കുകയാണ്. അതുകൊണ്ട് അവർ പ്രത്യാശ നഷ്ടപ്പെട്ട് മനസ്സിടിഞ്ഞ് ഉത്സാഹം നശിച്ച് ഇതാ ഉൾവലിഞ്ഞു പോകുന്ന സാഹചര്യമാണ്. എന്നാൽ പ്രത്യാശ എന്ന ഒരു ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എത്രമാത്രം പ്രതികൂലമാണെങ്കിലും ആ പ്രതികൂലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവശക്തി ഇറക്കുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടും. പ്രതികൂലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവശക്തി ഇറക്കാൻ നമ്മളെ പര്യാപ്തരാക്കുന്നതാണ് പ്രത്യാശ എന്ന ദൈവിക സുഹൃതം. പ്രത്യാശ, പ്രത്യാശ ഇത് ദൈവം തരുന്നൊരു സുഹൃതമാണ്. ഇത് ദൈവം തരുന്ന ദാനമാണ്. റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം, റോമർ 5:5, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അച്ഛൻ ന്യൂസിലൻഡ് ദേശത്ത് ഹാമിൽട്ടൺ പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയി. അവിടെ ഉണ്ടായ ഒരാളുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ സാക്ഷ്യം ഞാൻ എഴുതി അട്ടപ്പാടിയിലേക്ക് അയക്കുന്നത്. എൻ്റെ പേര് മരിയ. 2011 ജനുവരിയിൽ ന്യൂസിലൻഡിലെ ഹാമിൽട്ടണിൽ വെച്ച് അച്ഛൻ നടത്തിയ ധ്യാനത്തിൽ സംബന്ധിക്കാൻ ദൈവം അനുഗ്രഹിച്ച ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ. എൻ്റെ മകളും ഭർത്താവും കുടുംബമായി ഹാമിൽട്ടണിൽ താമസിക്കുന്നു. ഞാൻ എറണാകുളത്ത് നിന്ന് കുറച്ച് ദിവസത്തേക്ക് അവരുടെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് അച്ഛൻ്റെ ധ്യാനം അവിടെ നടക്കുന്നത് കണ്ടത്. നേരത്തെ തന്നെ അച്ഛൻ്റെ ധ്യാനത്തിൽ കൂടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ വളരെ പ്രത്യാശയോടെ എൻ്റെ മകളെയും ഭർത്താവിനെയും ആ ധ്യാനത്തിന് പോകാൻ നിർബന്ധിച്ചു. എൻ്റെ മകളുടെ ഭർത്താവ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരവേ 2009 മാർച്ച് മാസത്തിൽ ഒരു കേസിൽ പെടാനിടയായി. പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് FIR തയ്യാറാക്കി കോടതിയിലേക്ക് വിട്ടു. FIR-ൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കേസ് വിധി വന്നാൽ 7 വർഷം കഠിന തടവും $1,00,000 പിഴയും അടയ്ക്കാൻ എൻ്റെ മകളുടെ ഭർത്താവ് ബാധ്യസ്ഥനാണ്. ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റമായിരുന്നു അത്. അന്യരാജ്യത്ത് വെച്ച് ഇങ്ങനെ ഒരു കേസിൽ പെട്ടുപോയതിൽ നിരാശ പൂണ്ട് വേദനിച്ച് കഴിയുകയായിരുന്നു എൻ്റെ മകളുടെ ഭർത്താവ്. ഈ നിരാശ മൂത്ത് അവൻ മദ്യപാനത്തിൽ പെട്ടു. അവൻ്റെ പ്രാർത്ഥന നശിച്ചു. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു. ഈ സമയത്താണ് അച്ഛൻ്റെ ധ്യാനം ഹാമിൽട്ടണിൽ വരുന്നത്. എനിക്ക് ഈ ധ്യാനത്തെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ഞാൻ മകളെയും ഭർത്താവിനെയും നിർബന്ധിച്ച് ആ ദിവസം ലീവ് എടുപ്പിച്ച് ധ്യാനത്തിന് കൊണ്ടുവന്നു. ദൈവം ഇടപെടുമെന്ന് പറഞ്ഞു. ധ്യാനത്തിൽ വെച്ച് ഇങ്ങനെയുള്ള പ്രശ്നത്തിലിരിക്കുന്നവർ ഉദാസീനരാകാതെ ആ പ്രശ്നത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നതിന് വേണ്ടി കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കാൻ നിർദ്ദേശം ലഭിച്ചു. അതനുസരിച്ച് കേസിൻ്റെ വിധി വരുന്നത് വരെ ഡെയിലി കുരിശിൻ്റെ വഴി നടത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു. 2011 മാർച്ച് മാസം അവസാനം മകനെ വെറുതെ വിട്ടുകൊണ്ട് കേസിൻ്റെ വിധി വന്നു. ദൈവം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചൊരു അനുഭവം. ഈ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ മദ്യപാനത്തിനും പുകവലിക്കും സമാധാനക്കേടിനും അടിമയായിരുന്നു എൻ്റെ മകളുടെ ഭർത്താവ്. പ്രാർത്ഥിക്കുന്ന ശീലമേ ഉണ്ടായിരുന്നില്ല. കൈവപ്പ് പ്രാർത്ഥനയുടെ സമയത്ത് ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ ശിരസിൽ കൈകൾ വെച്ചു. അന്ന് തൊട്ട് എൻ്റെ മകളുടെ ഭവനത്തിൽ മദ്യപാനമോ പുകവലിയോ പിന്നെ ഉണ്ടായിട്ടില്ല. ഇന്ന് ആ ഭവനം പ്രാർത്ഥനയുടെ ഭവനമായി മാറിയിരിക്കുന്നു. മകൻ പിന്നീട് ഇന്ന് വരെ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്തിട്ടില്ല.
യേശുവിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, 2009 ആരംഭിച്ച കേസാണിത്. വർഷങ്ങൾ 1-2 വർഷം കഴിഞ്ഞു. നിരാശ, മനപ്രയാസം, സമാധാനക്കേട്, പ്രാർത്ഥനയില്ലായ്മ, മദ്യപാനം, പുകവലി, അന്ധകാരങ്ങളെല്ലാം കൂടെ കൂടി കട്ട പിടിച്ച്, പക്ഷേ ദൈവിക പ്രത്യാശ ഒരു ദാനമായി കർത്താവ് അവർക്ക് കൊടുത്ത് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടും. ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു നിർദ്ദേശം പരിശുദ്ധാത്മാവ് കൊടുത്തു. ധ്യാനത്തിൽ വെച്ച് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവം പ്രത്യാശ എന്നൊരു ദാനം അവർക്ക് കൊടുത്തു. അവർ പ്രത്യാശിച്ച് ഉദാസീനത വിട്ടുപോയി. ഡെയിലി ആ കുടുംബത്തിൽ കുരിശിൻ്റെ വഴി നടന്നു. 2011 മാർച്ച് മാസത്തിൽ വിധി വരുന്നത് വരെ കുരിശിൻ്റെ വഴി മുടങ്ങാതെ അവർ ചൊല്ലിക്കൊണ്ടിരുന്നു. അവർ പറയുകയാണ്, ഇതാ വെറുതെ വിട്ടുകൊണ്ട് ആ കേസിൽ നിന്ന് ദൈവം അവരെ ഊരിയെടുത്ത് രക്ഷിച്ചു. $1 ലക്ഷം പിഴയടക്കേണ്ട കേസാണത്. ദൈവം വെറുതെ വിട്ട്. എന്തായാലും ആ കുടുംബം അറിയിച്ച കാര്യം ശ്രദ്ധിച്ചോ? പിന്നീട് ഇന്ന് വരെ ആ ധ്യാനം കൂടി അന്ന് കർത്താവിന് സമർപ്പിച്ച അന്ന് തൊട്ട്, പ്രത്യാശ എന്ന ദാനം ലഭിച്ച അന്ന് തൊട്ട് മദ്യപാനം നിന്നു, പുകവലി നിന്നു, പ്രാർത്ഥന ആരംഭിച്ചു, സമാധാനം ഉണ്ടായി, തമ്മിൽ നമ്മൾ വഴക്ക് നിന്നു, ശോഭിക്കൽ പൊട്ടിത്തെറിക്കൽ നിന്നു, വലിയ വിടുതൽ കുടുംബത്തിൽ അരങ്ങേറാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത്, മനസ്സ് തളരരുത്, പ്രത്യാശിക്കണം. മകനെ രോഗിയായിരിക്കുമ്പോൾ, ഒരു കാര്യം തകർന്നിരിക്കുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, പരാജയം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, ഒരു കേസിൽ പെടുമ്പോൾ, ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ, പ്രൊമോഷൻ തടയപ്പെടുമ്പോൾ, ശത്രുക്കൾ ഉയരുമ്പോൾ നീ മനസ്സിടിഞ്ഞ് നിരാശയിലേക്ക് പോകരുത്. ഉദാസീനനാകാതെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇതുപോലെ പ്രാർത്ഥിച്ച പലരുടെ അനുഭവങ്ങൾ കർത്താവ് ഇടപെടും എന്നതിന് സാക്ഷ്യം നൽകുന്നില്ലേ? 1-2 പേരുടെ അനുഭവങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. എൻ്റെ പേര് ഷീജ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. കൊച്ചിയിലെ ചെറുപ്പത്തിലൊന്ന് വീണതാ. 23 വർഷമായിട്ട് നടുവേദനയായിട്ട്. ഞങ്ങൾ UK ജോലി ചെയ്യുന്നത്. 23 വർഷമായി നടുവേദന. അപ്പോൾ ഒരു പാർട്ട് ടൈം ജോലിയും കൂടെ ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ നടുവേദന ആയത് കാരണം പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റിയില്ല. സൈക്കിളിന് വേണം പോവാൻ. അപ്പോൾ പാർട്ട് ടൈം ജോലിയൊന്നും ചെയ്യാതെ ഒരു ചെറിയ ജോലി കൊണ്ട് മാത്രം ജീവിക്കുമായിരുന്നു. കഴിഞ്ഞ നവംബറിൽ അച്ഛൻ്റെ ധ്യാനം കൂടി ഞങ്ങളവിടെ. കഴിഞ്ഞ നവംബറിൽ അട്ടപ്പാടിയിൽ നിന്ന് നമ്മൾ പോയിട്ട് നമ്മുടെ സെക്യൂൺ ടീം മാഞ്ചസ്റ്ററിലൊരു ധ്യാനം ഉണ്ടായിരുന്നു. അതിലിവർ കൂടി. അന്ന് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദർ ഇവിടെ വേദനയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ആ ഹസ്ബൻഡ് പറഞ്ഞു ശരി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് വിശ്വാസമില്ല അത് ദൈവം സുഖപ്പെടുത്തിയെന്ന്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എടി എനിക്ക് നടുവേദനയില്ല. അത് പിറ്റേ ദിവസം മുതൽ സൈക്കിളിനാണ് 50 മിനിറ്റ് അങ്ങോട്ടും 50 മിനിറ്റ് ഇങ്ങോട്ടും ചവിട്ടി വരും, ഒരു കുഴപ്പവും ഇല്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ വേഗം പോയി സാക്ഷ്യം പറയണം, കാരണം എൻ്റെ കൂട്ടത്തിൽ ഹസ്ബൻഡ് വന്നിട്ടില്ല, ലീവ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതാണ്. അവിടുന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പേരെന്താണ്? ഡെയ്സി. ഡെയ്സി. തൃശ്ശൂര് കോലഴിയിലാണ് എൻ്റെ വീട്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. 7ൽ പഠിക്കുമ്പോൾ അവളുടെ തൊണ്ട ഇങ്ങനെ വീർത്ത് വന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കുട്ടിയുടെ തൊണ്ട വീർത്ത് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അവർ ഡോക്ടറെ കാണിച്ച് അവർ ടെസ്റ്റൊക്കെ നടത്തി ക്യാൻസർ ഉണ്ടോ നോക്കി സ്കാൻ ചെയ്തു, എല്ലാം ചെയ്തു. കുഴപ്പമൊന്നുമില്ല, തൈറോയിഡിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് മരുന്ന് കഴിച്ചു. പിന്നെ ഒരു 2 കൊല്ലം ഞങ്ങൾ മരുന്ന് കഴിക്കാണ്ട് ഇട്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 6 മാസമായി വീണ്ടും വേദനയും അവൾക്ക് വിഷമവും തോന്നി. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. തൊണ്ടയിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കുകയായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു അവൾക്ക്. അത് കഴിഞ്ഞപ്പോൾ ഒരു 6 മാസമായി വീണ്ടും ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, കുട്ടിയെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് അടുത്ത മാസം കുറവില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നും കടയിൽ പോകും. അപ്പോൾ അവിടെ ധ്യാനത്തിന് കൊണ്ടുപോകുന്ന കുട്ടികളുണ്ട്, അവരോട് ഞാൻ പറഞ്ഞു കുറേ കരഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഒരു വിഷമം വിചാരിക്കണ്ട, മോളെ സെഗ്യോണിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് 2 മാസം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ഈ ഡിസംബർ ആദ്യത്തെ ആഴ്ച തന്നെ ടെസ്റ്റ് ചെയ്തു. തൊണ്ടയിൽ നിന്നൊന്നും കുത്തിയെടുത്തില്ല, കയ്യുമ്പോൾ തന്നെ കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഇനി ഒരു മരുന്നും കഴിക്കണ്ട, കുട്ടിക്ക് സുഖമായിരിക്കുന്നു. ദൈവത്തിന് നന്ദി. ഈ കുട്ടിയുടെ തൊണ്ടയിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ ഓർത്ത് വളരെ വിഷമിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടുണ്ടായ മുഴയാണ്. അത് വലുതായി വന്ന് അവസാനം ഈ ക്രിസ്മസ് വെക്കേഷന് ഓപ്പറേഷൻ നടത്താമെന്ന് ഡോക്ടർമാർ ഫിക്സ് ചെയ്ത് കൊടുത്ത്. അപ്പോഴാണ് പ്രാർത്ഥന ഗ്രൂപ്പുകാരുടെ അവിടെ ചെന്ന് കരഞ്ഞപ്പോൾ അവർ പറഞ്ഞു നീ അട്ടപ്പാടി പോയി പ്രാർത്ഥിക്കുക, നിനക്ക് ഇതിന് ശമനം കർത്താവ് തരുമെന്ന് പറഞ്ഞ് 2 മാസം അട്ടപ്പാടി വന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ ചെന്ന് നോക്കുമ്പം തൊണ്ടയിൽ മുഴ കാണാനില്ല. അത് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം കൂടെ കൊടുത്തു വിട്ടിരിക്കുകയാണത്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് സിൽവി ജോസഫ്. ഞാൻ തൃശ്ശൂർ രൂപതയിലെ ഭരതടവകയിൽ നിന്ന് വരുന്നു.
എനിക്ക് 8 വർഷമായി നടുവേദനയിലായിട്ട്. നടുവേദന നിമിത്തം 8 വർഷമായി ഈ സഹോദരി വളരെ ക്ലേശം സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ നവംബർ മാസം 17-ാം തീയതി സിംതേരിയിൽ ഓഫീസ് നടക്കവേ ശവക്കുഴിയുടെ സ്ലാബിൽ ഞാനും എൻ്റെ മകനും കൂടി ശവക്കുഴിയിലേക്ക് വീണു. MRI സ്കാൻ ചെയ്തപ്പോൾ നട്ടലിൻ്റെ എല്ല് പൊട്ടി ഞരമ്പുമ്പോൾ തുളഞ്ഞിരിക്കുകയാണ്. മുട്ടിൻ്റെ മജ്ജ പൊട്ടി നിഗമെൻ്റ് ലൂസായി. അങ്ങനെ മുട്ടിനും തണ്ടലിനും ബെൽറ്റ് ഇട്ടു. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, 3 മാസം ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടിയാൽ ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന്. ആദ്യത്തെ ജനുവരി മാസം തന്നെ ഈശോ അച്ഛനിലൂടെ പറഞ്ഞു, മുട്ടിനും തണ്ടനും ആക്സിഡന്റ് മൂലം ബെൽറ്റോട്ട് വന്നിരിക്കുന്ന ഒരു മകളെ ഈശോ സ്പർശിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ബെൽറ്റുകളെല്ലാം ഉപേക്ഷിച്ചു, എൻ്റെ വീട്ടിലെല്ലാ ജോലിയും എടുക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്വസ്തി. എൻ്റെ പേര് മിനി, എൻ്റെ വീട് കാഞ്ഞൂരാണ്. എനിക്ക് രക്തദൂഷ്യത്തിന്റെ ചൊറിച്ച് കൈയും കാലും ചൊറിഞ്ഞ് മാന്തി പൊട്ടണ രക്തദൂഷ്യത്തിന്റെ പരിണത ഫലമായി കയ്യും കാലും ചൊറിഞ്ഞ് മാന്തി പൊട്ടുന്ന ഒരു രോഗമായിരുന്നു ഈ സഹോദരിക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ മാസം ഡിസംബർ 1-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ അട്ടപ്പാടിയിലത്തെ സേവ്യറച്ചന്റെ ടീമിന്റെ കാഞ്ഞൂര് കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാഞ്ഞൂര് വെച്ച് ഈ അട്ടപ്പാടി കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ഈ രോഗം മാറി കിട്ടണേ. ഞാൻ അട്ടപ്പാടി പോയി, ആദ്യമായിട്ട് വരുന്നതാണ് അട്ടപ്പാടിയിൽ നിന്ന്. അപ്പോൾ അട്ടപ്പാടി പോയി സാക്ഷ്യം പറയാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അച്ഛനെ കണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ രോഗം ഉണ്ട് അച്ഛൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു 21 ദിവസം കരുണക്കൊന്ത് എത്തിക്കാൻ പറഞ്ഞു. ഞാൻ എത്തിച്ചു. പക്ഷെ ആ ധ്യാനം കഴിഞ്ഞ പിന്നെ ഇന്നേ വരെ എനിക്ക് എൻ്റെ കൈയും കാലും ചൊറിഞ്ഞ് മാന്തി പൊട്ടിയിട്ട് രക്തദൂഷ്യം 5 വർഷമായി കയ്യും കാലും മാന്തി പൊട്ടി ഇങ്ങനെ വ്രണമാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നതാണ്. കൺവെൻഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് അപ്രത്യക്ഷമായി. പിന്നെ ഈ ദിവസം ഇപ്പോൾ കുറഞ്ഞ ഒരു 10-30 ദിവസമായിട്ടുണ്ട്. 1 മാസമായിട്ട് മരുന്നും കഴിക്കണില്ല. അതിൻ്റെ 1 മാസമായിട്ട് മരുന്ന് നിർത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 32-ാം തിരുലിഖിതം. തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദാനിയേൽ 11:32. തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. സഭാപ്രസംഗൻ 11:4. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല. എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി ഇപ്പോൾ ആയിരിക്കുന്ന പ്രതികൂലം, ജയിക്കാൻ പറ്റാത്ത വിധമുള്ള എതിർ ശക്തികൾ, വിപരീത സ്വാധീനങ്ങൾ, തകർച്ച, രോഗം, പരാജയം, മനസ്സിടിഞ്ഞിരിക്കുന്ന അവസ്ഥ, ഈ സാഹചര്യത്തിലേക്ക് സ്വർഗത്തിന്റെ അത്ഭുത ശക്തി ഇറങ്ങട്ടെ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ആയിരക്കണക്കിന് തലമുറകളിൽ അത്ഭുതങ്ങൾ ചെയ്ത് വഴി നടത്തിയവനെ, ഇന്ന് വേദനയോടെ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബങ്ങളുടെ മേൽ ഒരു അത്ഭുത ശക്തിയെ നിവേശിപ്പിക്കണമേ, ഒരു അത്ഭുത അഭിഷേകം നിവേശിപ്പിക്കണമേ. എസെക്കിയേൽ പ്രവചനത്തിൽ 37-ാം അധ്യായത്തിൽ വരണ്ട അസ്ഥികളുടെ താഴ്വരയിൽ ഒരു പ്രത്യാശ പോലും ഇല്ലാതെ വരണ്ട അസ്ഥികളുടെ താഴ്വരയിലേക്ക് ആത്മാവിനെ നിവേശിപ്പിച്ച് ജീവൻ നൽകി അത്ഭുതങ്ങൾ ചെയ്തവനെ, ഈ വരണ്ട അസ്ഥികളിലേക്ക് ജീവൻ നിവേശിപ്പിച്ച് പ്രത്യാശയുടെ ജ്വലനം കൊണ്ട് ഇപ്പോൾ വലിയ ഉണർവിന്റെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. നിരാശയോട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള തിന്മയുടെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറനാഥ. Come, Lord Jesus. മധുര സ്നേഹപാരമ്യമേ, പരമദിവ്യകാരുണ്യമേ, മധുര സ്നേഹപാരമ്യമേ, വരിക എന്നിൽ വാഴുവാൻ, തരണേ നിന്റെ കൃപാവരം, മഹിതമീ കൂദാശയിൽ നാഥ, പരമദിവ്യകാരുണ്യമേ. ജെറമിയായുടെ പുസ്തകം 32-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം. കർത്താവേ,
ഈജിപ്തിലും ഇസ്രായേലിലും ലോകമെമ്പാടും ഇന്നോളം അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ശക്തമായ ഭുജബലത്താലും അവിടുന്ന് ഇന്നോളം പ്രസിദ്ധനാണല്ലോ. അത്ഭുതങ്ങളുടെ രാജാവായി യേശു ഇതാ ഈ ആൾത്താരയിൽ രണ്ട് കരങ്ങളും അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തി. മകനെ, മകളെ, വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ സർവശക്തമായ അവിടുത്തെ മുമ്പിൽ ശിരസ് നമിക്കുക, ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനകോടികളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുക, ജനപദങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുക, വംശങ്ങളോടും ഗോത്രങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുക, രാജ്യങ്ങളോടും ഭൂഖണ്ഡങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ, ആകാശത്തോടും ഭൂമിയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ, സ്വർഗീയ നിരകളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗീയ രാജാവേ, ഇപ്പോൾ കൈകൾ കൊണ്ട് തൊട്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ഓരോ തടസ്സങ്ങളും കുടുംബങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. പരമദിവ്യകാരുണ്യമേ, മധുര സ്നേഹപാരമ്യമേ, വരിക എന്നിൽ വാഴുവാൻ, തരണേ നിന്റെ കൃപാവരം, മഹിതമീ കൂദാശയിൽ നാഥ. പരമദിവ്യകാരുണ്യമേ. ഹല്ലേലൂയ, മറനാഥ. Come, Lord Jesus. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ്. ടി വി കൂടെ ഇവിടുത്തെ ഈ പരിപാടി കാണാറുണ്ട്. ടി വിയിൽ കൂടെ ഇവിടുത്തെ പരിപാടിയോട് സ്ഥിരം ബന്ധമുള്ള ആളാണ് ഈ നിൽക്കുന്നത്. പേര് മേരി. സ്ഥലം എവിടെയാണ്? പാവർട്ടി, തൃശ്ശൂര് അല്ലേ? പറ പറ. അങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് 6 മാസമായിട്ടുള്ളു. അതിന് ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ വീണ്ടും ഇവിടെ വയറുവേദന കണ്ടു. അപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇത് വേറൊരു മുഴ ഓവറിയുടെ ഉള്ളിൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, അതിപ്പോൾ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്തോടത്ത് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ തൃശ്ശൂർ മിഷൻ ആശുപത്രിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടറും പറഞ്ഞത് അത് തന്നെയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും 6 മാസമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലെല്ലാവരും ഭയങ്കര കരച്ചിലാണ്. എനിക്ക് ഇവളുടെ വീട് വടക്കാഞ്ചേരി, എൻ്റെ മകളാണ്, വടക്കാഞ്ചേരിയാണ്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാം കരഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വാർത്ത അറിഞ്ഞപ്പോ വീട്ടിലുള്ള എല്ലാവരും നിലവിളിച്ച് കരയാൻ തുടങ്ങി. അത്രയും സങ്കടകരമായ ഒരു സംഗതിയായി പോയി. അത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, വീണ്ടും ഇനി ഓപ്പറേഷൻ. അപ്പൊ ടിവിയുടെ മുമ്പിൽ ഞാൻ ഇരുന്നിട്ട് ആരാധന സമയത്ത് അഭിഷേകാഗ്നി, ടിവിയുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ മുമ്പിലാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ മുട്ടത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ മോളുടെ വയറുമെഞ്ഞൊരു കത്തി വെക്കാതെ പഴ മാറ്റി തരണം എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 ദിവസം ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു 8 ദിവസം കഴിഞ്ഞ് വന്ന് സ്കാനിങ് ചെയ്യലോ ഓപ്പറേഷൻ ചെയ്യലോ ഒരുമിച്ച് നടത്താന്ന് പറഞ്ഞു. സ്കാനിങ്ങും ഓപ്പറേഷനും ഒരുമിച്ച് നടത്താന്ന് പറഞ്ഞു. എന്നിട്ട് സ്കാനിങ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വെള്ളിയാഴ്ചയിലും ഞായറാഴ്ച നടക്കണേലും ഒക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? പോയിട്ട് ഡോക്ടർ പറഞ്ഞു സ്കാനിങ് എടുത്തോ? അത് എടുത്തിട്ട് കൊണ്ടു ചെന്ന് അപ്പൊ പറഞ്ഞു സ്കാനിങ് റിപ്പോർട്ട് തന്നുവിടുമ്പോ പറഞ്ഞു ഇതിൽ മുഴ കാണാലോ, മുഴ ഇല്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 2 സ്കാനിങ് റിപ്പോർട്ടുകൾ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഒന്നിലും മുഴയുണ്ടെന്നുള്ളത്. അതിനുശേഷം ഈ അമ്മച്ചി ആ ടിവിയുടെ മുമ്പിലിരുന്ന് അഭിഷേകാഗ്നി പ്രവർത്തനം കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് കൊന്തയിലൊക്കെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പോയി സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് മുഴ കാണാനില്ല. അതുപോലെ കർത്താവ് കുടുംബത്തിന് വേണ്ടി അത്ഭുതം ചെയ്തു. 2 റിപ്പോർട്ടുകളും ഇവിടെ ഈ കുടുംബം കൊണ്ടുവന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താ ജയമുണ്ടല്ലോ. ഹല്ലേലൂയ,
Lord Jesus.